ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വീട്ടിൽ ഏറ്റവും ഈസി ആയിട്ട് വളർത്താൻ പറ്റിയൊരു റോസ് ചെടിയാണ് കേട്ടോ ഈ ബട്ടൺ റോസ്. കണ്ടോ, എൻ്റെ ബട്ടൺ റോസിൽ ഇതുപോലെ നിറയെ മൊട്ടുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോന്നൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മൊട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ എൻ്റെ ബട്ടൺ റോസിൽ രണ്ടാമത്തെ തവണയാണ് കേട്ടോ പൂക്കൾ ഉണ്ടാവുന്നത്. ആദ്യത്തെ തവണ ഇത്രയൊന്നും പൂക്കൾ ഉണ്ടായിരുന്നില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ രണ്ടാമത് തളിർപ്പ് വന്നതിൽ ഇതുപോലെ ഒരുപാട് മൊട്ടുകൾ ഇട്ടിട്ടുണ്ട്. എണ്ണയാൽ തീരാത്ത അത്ര മൊട്ടുകളാണ് ഇട്ടിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള ഈ ബട്ടൺ റോസ് പിങ്ക് കളറിലുള്ളതാണ് കേട്ടോ. ഇതിൽ റെഡ്, വൈറ്റ് ഒക്കെ നമുക്ക് നഴ്സറികളിൽ വാങ്ങാനായിട്ട് കിട്ടും. ഞാൻ ഈ ഒരു ചെടി നഴ്സറിയിൽ നിന്നും 60 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയത്. പിന്നെ നമുക്ക് ഈ റോസ് ചെടിയൊക്കെ നശിക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ റീപോട്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം റീപോട്ട് ചെയ്യാനായിട്ട്. ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഒരുപാട് പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ റോസ് നല്ലൊരു ചോയ്സാണ്. നമുക്ക് ബട്ടൺ റോസ് നിലത്തും ചട്ടിയിലും വളർത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ചട്ടിയിലാണ് നട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെയിൽ വേണം നമുക്ക് റോസാ ചെടികൾക്കൊക്കെ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. പിന്നെ ഞാൻ ഈ റോസിന് ഫെർട്ടിലൈസർ കൊടുക്കാറുള്ളത് നമ്മുടെ തേയില വേസ്റ്റില്ലേ, ചായ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന ആ ഒരു വേസ്റ്റ്, തേയിലയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. പഴത്തോലി കൊണ്ടുള്ള ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാറുണ്ട്. ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വരും. പിന്നെ പൂക്കൾക്ക് നല്ല കളർ ഉണ്ടാവും. പിന്നെ ആ ഒരു റോസിൻ്റെ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ച് പൂക്കൾക്ക് വലിപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ. ബട്ടൺ റോസിനൊക്കെ ഒരുപാട് വലിപ്പമൊന്നുമില്ല. റോസാപ്പൂക്കൾ ചെറിയ പൂക്കളാണ്. എന്തായാലും നമുക്ക് ഗാർഡൻ അടിപൊളിയാക്കാനായിട്ട് വളർത്താൻ പറ്റിയ ഒരു അടിപൊളി റോസാ ചെടിയാണിത്, ബട്ടൺ റോസ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചെടിയെങ്കിലും നിങ്ങൾ വാങ്ങിയിട്ട് നട്ട് നോക്കാം കേട്ടോ. പിന്നെ നമ്മളത് റീപോട്ട് ചെയ്യുമ്പോൾ നഴ്സറിയിലെ മണ്ണ് കളഞ്ഞിട്ട് വേണം റീപോട്ട് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുള്ളൂ. നഴ്സറി മണ്ണൊക്കെ കുറച്ച് ചളി പിടിച്ച ഒരു കട്ടിയുള്ള ടൈപ്പ് മണ്ണാണ്. അപ്പോൾ അതിൽ വേരോടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ റീപോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ നഴ്സറി മണ്ണ് കളഞ്ഞതിന് ശേഷം മാത്രം റീപോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരാഴ്ച തണലത്ത് വയ്ക്കുക. അതിന് ശേഷം ചെറിയ തളിർപ്പുകൾ വരുന്നത് കണ്ടാൽ മാത്രം കുറച്ച് ദൂരെയായിട്ട് ചാണകപ്പൊടിയോ ചാണകം വെള്ളമാക്കിയിട്ടോ ഒക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. ചെടി നശിച്ചു പോകും. അതിൻ്റെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുത്താൽ ചെടി ഉണങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ട് മാത്രം വളം ചേർത്ത് കൊടുക്കുക. റീപോട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ SES മലയാളം ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ആ ചാനലിൽ കയറിയിട്ടൊന്ന് കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോ കിട്ടും. തളിർപ്പുകൾ വന്നതിന് ശേഷം മാത്രം റീപോട്ട് ചെയ്ത പ്ലാന്റ്സിനെ വെയിലത്ത് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.